Hi friends, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സ്പെഷ്യൽ ഗസ്റ്റിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങൾക്ക് പലർക്കും അറിയാം, നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള നമ്മുടെ മുകേഷ് ഏട്ടനാണ്. മുകേഷ് ഏട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? നമസ്കാരം. വിശേഷം പറഞ്ഞാൽ ജിതിനെ പരിചയപ്പെട്ടതിന് ഒരു വലിയ വിശേഷത്തിൽ കൂടെയാണ്. ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പിംഗ് ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നായിരുന്നു. ഒരു വലിയ സംഭവത്തെക്കുറിച്ച് ജിതിന് ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ലുലുവിൽ മിഡ് നൈറ്റ് സെയിലിൽ പലർക്കും ബില്ലിൽ അപാകതകളുണ്ടായിരുന്നു. അതിൽ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ആ വീഡിയോ ഇടുന്നത്. അപ്പം യൂട്യൂബിലിട്ടില്ല ഈ രണ്ട് സാധനങ്ങൾ. അപ്പോൾ ആ ഒരു സാധനം ചൂണ്ടിക്കാണിച്ച ജിതിനാണ്. അപ്പോൾ അതൊരു വലിയ വീഡിയോയും വലിയ ചർച്ച ആവുകയും ചെയ്തു അതിനുശേഷം ചെയ്ത വീഡിയോ ഒക്കെ. അപ്പോൾ അങ്ങനെയാണ് ഇതിനെ പരിചയപ്പെട്ടത്. വളരെ സന്തോഷം. ഇതുപോലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അത് ശ്രദ്ധയിൽപ്പെടുന്നു. അതിൽ ലുലു തന്നെ ആ തെറ്റ് മനസ്സിലാക്കി അതുമായിട്ട് ബാധിക്കപ്പെട്ട എല്ലാവർക്കും പൈസ തിരിച്ചു കൊടുക്കുകയും ജിതിനുൾപ്പെടെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പം അതൊരു ജിതിൻ്റെ ഒരു കൃത്യസമയത്തുള്ള ഇടപെടൽ മൂലമാണ് ആ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ജിതിനെ കൺഗ്രാജുലേറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ. അപ്പോൾ ആ ഒരു അവസരം കൂടെ ഞാൻ ഇതിനകത്ത് ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മുകേഷ് ഏട്ടൻ മറ്റേ തിരുവനന്തപുരത്ത് ഉള്ള ചെറിയ ഹോട്ടലുകളൊക്കെ ഒരുപാട് ഫേമസ് ആക്കിയിട്ടുണ്ട്. ഒരുപാട് പാവപ്പെട്ടവരുടെ ഒരുപാട് ചാരിറ്റി വർക്കൊക്കെ ചേട്ടൻ ചെയ്യുന്നുണ്ട്. അപ്പം പുതിയ എന്തെങ്കിലും ചാരിറ്റി വർക്കെല്ലാം ചേട്ടൻ ചെയ്യുന്നുണ്ടോ? നമ്മൾ പർപ്പസ്ഫുള്ളി ആയിട്ട് ഒരു ചാരിറ്റി വർക്ക് എന്ന് പറഞ്ഞ ഒരു ദിവസം ഇറങ്ങാറില്ല. ഓരോ ദിവസം ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മളുടെ ഒരു ചെറിയ വീഡിയോ ഉണ്ട്, ഒരാളുടെ ജീവിതത്തിൽ ഒരു വലിയ നല്ല മാറ്റം ഉണ്ടാക്കാൻ പറ്റിയ അത് വലിയ സന്തോഷമാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതലും ചെറിയ കടകൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ചെറിയ തട്ട് കടകൾ, കുഞ്ഞു കടകൾ, ചെറിയ അമ്മമാരെ നടത്തുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് 1 രൂപയ്ക്ക് ദോശ കിട്ടുന്ന കടയുണ്ട്, നമ്മുടെ ആര്യനാടാണ്. 2 രൂപയ്ക്ക് പൂരിയും അപ്പവും കിട്ടുന്ന കടയുണ്ട്, ഭീമാപ്പള്ളിയിലാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ കടകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പം അതുമൂലം അവരൊന്നും ബിസിനസ് പ്രൊമോഷന് വിളിച്ചിട്ട് നമ്മൾ പോകുന്നതല്ല, നമ്മൾ കണ്ടിഷ്ടപ്പെട്ട് ഇപ്പം നമ്മളുടെ ഒരു ചെറിയ വീഡിയോ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ഇപ്പോൾ ഈയിടെയായിട്ട് ഒരു നമ്മുടെ കണക്റ്റിംഗ് ഹാർട്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാരിറ്റി ഓർഗനൈസേഷൻ, അവർ ഇതുപോലെ ഒരു കൊച്ചിൻ്റെ ഒരു ഓപ്പറേഷൻ അടുത്ത മാസം വരുന്നുണ്ട്. അപ്പോൾ അത് കിഡ്നിയുടെ പ്രശ്നമാണ്. അപ്പം ഇതുപോലുള്ള പ്രശ്നം വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നത്, ആരുടെയും ചാരിറ്റി ഫ്രീ ആയിട്ട് കാശ് ചോദിക്കാറില്ല. എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ കൊടുക്കാറുണ്ട്. അത് എൻ്റെ ഒരു ഇതാണ്. അപ്പം ആ ഏരിയയിൽ അവർ കുഞ്ഞ് താമസിക്കുന്ന സ്ഥലത്ത് അവർ ബിരിയാണി ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ബിരിയാണിക്ക് 100 രൂപ വെച്ചിട്ട് ഒരു 2000-3000 പേര് ബിരിയാണി മേടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഇത് കിട്ടും. അപ്പോൾ ആ കിട്ടുന്ന കാശും ഉണ്ടായിരിക്കും ചിലപ്പോൾ ആ കൊച്ചിൻ്റെ ഓപ്പറേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ആ കൊച്ചിൻ്റെ ഓപ്പറേഷനുള്ള കാശ് എല്ലാം കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ കൂടെ ഇരിക്കുന്ന അൻസുവിന് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹിമാചൽ സീരീസ് വീഡിയോയിൽ നമ്മൾ ഒന്നിച്ചാണ് ചെയ്തത്. അത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ട്. അപ്പം പിന്നെ പ്രത്യേകിച്ച് വേറെ വിശേഷമൊന്നുമില്ല. നമ്മളിപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഞാനും അൻസും കൂടെ വന്നിരിക്കുകയാണ്. അപ്പം പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത് വേറെ പറയാനൊന്നുമില്ല. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ തുടർന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ഗുഡ് ബൈ ഫ്രം ജിതിൻ. ടാറ്റ.